വയ്യാത്ത ഒരാളെയും കൊണ്ടാണ് വന്നത്. ഭർത്താവ്. ഇന്ന് രാവിലെ ദൈവം തളർച്ചകളെ മാറ്റാൻ പോവാ. തളർന്നു പോയതാ, സ്ട്രോക്കാ. ഇന്ന് രാവിലെ നിന്റെ ജീവിതം ആട്ടിമൂടി മാറാൻ പോവാ. നിന്റെ അവസ്ഥകൾക്ക് മാറ്റം വരാൻ പോവാ. യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാവരും കൂടെ ആധരം തുറന്ന് രാവിലെ ആ നാമത്തെ ഒന്ന് വിളിച്ചേ. 2013 ആദ്യം വന്നല്ലേ ആന്നു, പിന്നെ സ്ട്രോക്ക് വന്നു. എന്താ ചാവാത്തെന്നറിയാം? മോന്റെ നന്മ കാണാനാ. ഇന്ന് രാവിലെ കർത്താവ് എന്നോട് പറയുക, മഹാരാഷ്ട്രയിലേക്ക് ദൈവം ഇറങ്ങാൻ പോവാ. മഹാരാഷ്ട്രയിലേക്ക് ദൈവം ഇറങ്ങിയിട്ട് നിങ്ങളുടെ മകന് എതിരെയുള്ള കുരുക്കുകൾ ഒന്നൊന്നായി അടിക്കാൻ പോവാ. നിന്റെ കണ്ണുകൊണ്ട് നീ അത് കാണാൻ പോവാ. അമ്മ എന്നെ നോക്ക. അമ്മയുടെ മോന്റെ പേര് പറ. ആദിത്യ. 6 കേസ്, 20 വയസ്സ്. ഇന്ന് രാവിലെ യേശു മഹാരാഷ്ട്ര ഇറങ്ങാൻ പോവാ. ഇറങ്ങിയിട്ട് അവന്റെ മുമ്പിലെ കേസുകൾ പൊട്ടിക്കാൻ പോവാ. വിളിക്കാൻ പറ്റുന്ന എല്ലാരും കൂടെ വിളിച്ച് 20 വയസ്സുള്ള മോന്റെ 6 കേസുകളെ ദൈവം ഇന്ന് രാവിലെ നിഷ്ഫലമാക്കാൻ തുടങ്ങുക. ബോംബെയിലായിരുന്നു ഇല്ലയോ? 35 വർഷം ഉണ്ടായിരുന്നു. മോന്റെ സംഗതി വന്ന് തകർന്നു പോയി. അന്ന് സ്ട്രോക്ക് വന്ന അന്ന് വീണുപോയതാ. കർത്താവ് എന്നോട് പറയുക, ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോവാ. വീണവനെ എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവത്തിന്റെ ശക്തിയുണ്ട്. ഞാൻ ഇന്ന് രാവിലെ പ്രവചനം പറയുക, യോസഫ് രഥമയച്ചതുപോലെ നിന്റെ മകൻ നിന്നെ തേടി വരാം. അമ്മേ, ആദിത്യക്ക് വേണ്ടി ഒരുപാട് കരഞ്ഞു, ഒരുപാട്. എല്ലാരും കൂടെ വിളിച്ച യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാരും കൂടെ യേശുവേ എന്ന് വിളിച്ച് ഈ അമ്മ ഉള്ളുരുകി കരയുക കേട്ടോ. ഇന്ന് രാവിലെ ഇതിനകത്ത് ഇറങ്ങി നിൽക്കുന്ന ഒരു മഹത്വമുണ്ട്. എന്നോട് ദൈവം പറയുക, നിന്റെ മോന്റെ കേസു ദൈവം ഇല്ലാതാക്കും. നിന്റെ മോന്റെ ജയില് ദൈവം തുറക്കും. അവൻ അത്ഭുതമായി വരും. അവനൊരു സുവിശേഷകനാകും. അവൻ യേശുവിനെ ഉയർത്തും. ഈ അമ്മയ്ക്കറിയാം എനിക്ക് ഈ കാര്യങ്ങളെ കുറിച്ച് അത്രയും ബോധ്യമുണ്ടെന്ന്. പരിശുദ്ധാത്മാവ് എന്നെ അങ്ങനെ കാണിക്കുക. ഈ അമ്മയും അപ്പനും അത്രയ്ക്ക് സങ്കടത്തില്ല. ഇന്ന് രാവിലെ ഒരു കാര്യം കേട്ടെ, ഇന്ന് രാവിലെ ദൈവം നൈലിനെ അടിച്ചു തുടങ്ങുക. ഒന്ന് വിളിച്ചേ, യേശുവേ എന്നൊന്ന് വിളിച്ചേ. ഈ അമ്മ ഇന്ന് ആദ്യമായിട്ട് ഇവിടെ വന്നല്ലേ? 2 വർഷമായിട്ട് ഇവിടെ വരണമെന്ന് ആഗ്രഹിക്കുക. മഹാരാഷ്ട്രയിൽ അവരുടെ മകൻ പ്രശ്നത്തില്ല. നാളെ തിങ്കളാഴ്ച കോർട്ട് കേസ് വരാൻ പോകും. 14-ാം തീയതി കോർട്ട് കേസ് വരുക. ഈ അമ്മയ്ക്ക് എന്നെ അറിയത്തില്ല, എനിക്ക് ഈ അമ്മ അറിയത്തില്ല, ഈ മുരളിച്ചേട്ടനെ എനിക്ക് അറിയത്തില്ല. 20 വയസ്സുള്ള ആദിത്യക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാം. 20 വയസ്സുള്ള മോനെതിരെ 6 കേസാ ഉള്ളേ. അവര് മഹാരാഷ്ട്രയിൽ നിന്ന് ഇവിടെ ആദ്യമായിട്ട് ആരാധനയ്ക്ക് വന്നു. നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോവാ. അമ്മേ, അവന്റെ ലഹരിയുടെ ഉപയോഗമൊക്കെ മാറും കേട്ടോ. അമ്മ അതിനകത്ത് വിഷമിക്കണ്ട. ഞാൻ അമ്മയോട് ദൂത് പറയുക, ഇന്ന് രാവിലെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ലഹരിയുടെ ഉപയോഗം അവസാനിക്കും. കർത്താവിനെ തൊടും. അവൻ ലഹരിയുടെ ഒരു വിപണനാകത്തൊക്കെ പോലെ അവനെതിരെ കെട്ടിയൊരു കെട്ടുണ്ട്. ഇന്ന് രാവിലെ യേശു അവനെ വിടുവിക്കും. അവൻ ആള് മാറുമെന്ന് കർത്താവിനോട് പറയുക. ഇനി ഒരു ലഹരി അവൻ ഉപയോഗിക്കുകയില്ല. ഈ ലഹരിയോട് ബന്ധപ്പെട്ടൊരു കേസുണ്ട്. ഇന്ന് രാവിലെ അതും പൊട്ടും. ഇനി അവനൊന്നും ഉപയോഗിക്കുകയില്ല. 20 വയസ്സുള്ള മോന് ഈ അമ്മയോട് ഭയങ്കര സ്നേഹമായിരുന്നു. പക്ഷെ ലഹരി ഉപയോഗിച്ചാൽ ഈ അമ്മയെ കൊല്ലാൻ നടക്കുമായിരുന്നു. 5-6 പ്രാവശ്യം കഴുത്തിന് കത്തിവെച്ച ആ അമ്മയ്ക്ക്. നമ്മുടെ ഇന്ത്യയിലെ ഒത്തിരി ചെറുപ്പക്കാർ ഇതുപോലെ ലഹരിക്ക് അടിമകളായിട്ടുണ്ട്. നിങ്ങൾക്കറിയാമോ, 1000-ഓളം ചെറുപ്പക്കാർ എൻ്റെ കൂടെ ഉണ്ട്. നിങ്ങൾ ഇവനെ കണ്ടോ? ഇവൻ ഇതുപോലെ ലഹരി ഉപയോഗിച്ച് ആത്മഹത്യ ചെയ്യാൻ പോയതാ. 34 വയസ്സുണ്ട്. ശ്രീകാന്ത് കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. അവൻ്റെ അമ്മ എനിക്ക് കൊണ്ടുതന്ന ദൈവത്തിൻ്റെ കൃപയാൽ ഇന്നൊരു ലഹരി ഉപയോഗിക്കുന്നില്ല. ഇതുപോലെ 1000കണക്കിന് ചെറുപ്പക്കാരൻ്റെ കൂടെ ഉണ്ട്. ഇവർ താമസിക്കുന്ന എൻ്റെ കൂടെ, ഇവരൊക്കെ നിൽക്കുന്ന എൻ്റെ കൂടെ. എനിക്ക് ഈ ആദ്യത്തെക്കുറിച്ച് കേട്ടപ്പോൾ മനസ്സിൽ ഭയങ്കര. ഞാൻ അവിടെ നിന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പം എന്നോട് ദൈവം പറഞ്ഞ്, ഈ അമ്മ തളർന്നൊരച്ഛനെയും കൊണ്ട് ഇവിടെ വന്നിട്ടുള്ളേ. കർത്താവിനോട് പറഞ്ഞ്, ഈ അമ്മയുടെ മകൻ ഇതുപോലെ ലഹരി ഉപയോഗിച്ച് 6 കേസിന് അടിമയായിട്ട് മഹാരാഷ്ട്രയിൽ കഴിയുക. ഇന്ന് രാവിലെ യേശു വിടുവിക്കുമെന്ന് ദൈവനോട് പറഞ്ഞ ഞങ്ങളെല്ലാം കൂടെ പ്രാർത്ഥിക്കുക. അമ്മയുടെ മകൻ ആദിത്യ വിടുവിക്കപ്പെടും. ഞാൻ അമ്മയോടൊരു പ്രവചനം പറയുക. ആദിത്യ ബൈബിൾ എടുക്കും. ആദിത്യ ഇവിടെ വരും. അവൻ ഇവിടെ വരും. ഇവിടെ വന്ന് യേശുവിന്റെ നാമത്തെ ഉയർത്തും. നിങ്ങൾക്കറിയാമോ, ഈ മുരളിച്ചേട്ടൻ അവന്റെ വാർത്ത കേട്ട ആദ്യത്തെ ദിവസം തളർന്നു പോയതാ.
ഇന്ന് രാവിലെ യേശു ഈ ചേട്ടനെ എഴുന്നേൽപ്പിക്കും. എല്ലാവരും കൂടെ യേശുവേ എന്നൊന്ന് വിളിച്ച് ആ നാമത്തെ ഒന്ന് ഉയർത്താൻ പറ്റുന്ന എല്ലാവരും കൂടെ യേശുവേ എന്നുറക്കി ഒന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാവരും കൂടെ യേശുവേ എന്നുറക്കി ഒന്ന് വിളിച്ച്